ക്ലാസ് നമ്പർ 9. കാല മഹാൻ പറഞ്ഞു എന്ന് പറഞ്ഞ ചരിത്രകാരൻ പറയുന്നു, വഹമ്മ മറത്തൻ, ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹു കരുതി, അയ്യ ഉമറന്നാസ, ജനങ്ങളോട് ആജ്ഞാപിക്കാൻ, സിയാബിൻ, വസ്ത്രം ഊരിക്കളയിലുകൊണ്ട്, കാനയൽ ബസൂരഹ, ആ വസ്ത്രം സഹാബത്ത് ധരിക്കുമായിരുന്നു. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് ജനങ്ങൾ ധരിച്ചുകൊണ്ടിരുന്നൊരു വസ്ത്രമുണ്ട്. ആ വസ്ത്രം ഇനി ഉപയോഗിക്കാൻ പാടില്ല, അത് ഊരിക്കളയണം എന്ന് ജനങ്ങളോട് ആജ്ഞാപിക്കാൻ വേണ്ടി ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹു കരുതിയിരുന്നു. എപ്പോഴാണ് ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ കൽപ്പിക്കണമെന്ന് കരുതുന്നത്? ഹീന ബലഹു അന്നഹ തുസ്ബഉ ബി ബൗലിൽ അജായിസി, കിഴവികൾ മൂത്രമൊഴിച്ചതുകൊണ്ടാണ് ആ വസ്ത്രത്തിനെ ചായം പിടിപ്പിക്കപ്പെടുന്നത് എന്നാണ്. ആ വസ്ത്രത്തിലുള്ള ചായം തുസ്ബഉ, അതിനെ ചായം പിടിപ്പിക്കപ്പെടുന്നത് കിളവികളായിരിക്കുന്ന വ്യക്തികൾ മൂത്രമൊഴിച്ച് ആ മൂത്രം കൊണ്ടാണ്. ഈ ഒരു വിവരണമാണ് ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിന് കിട്ടിയത്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു കിട്ടിയാൽ എന്ത് ചെയ്യണം? അവിടെ അത് മുത്തനജിസായ സംഗതിയാണെന്നല്ലേ മനസ്സിലാകുക. അപ്പൊ ആ മുത്തനജിസായത് ജനങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് തന്നെയല്ലേ തീരുമാനിക്കേണ്ടത്. അങ്ങനെ തീരുമാനിച്ചപ്പോൾ വഖാലു ശഖ്സുൻ, ഒരു വ്യക്തി എണീറ്റിട്ട് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു. ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു ആണ്. ഖലീഫയുടെ മുഖത്ത് നോക്കി അന്നത്തെ പ്രജകൾക്ക് സത്യം തുറന്നു പറയാമായിരുന്നു, ഇന്നുള്ള നേതാക്കന്മാരെ പോലെ അല്ല. എന്താണ് ഖലീഫയോട് ആ വ്യക്തി പറഞ്ഞറിയോ? ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദ് ലബിസ മിൻഹാ, ഇതാ ഞങ്ങൾ ഈ വസ്ത്രം ഉണ്ടല്ലോ, ഈ വസ്ത്രം നബി തങ്ങൾ ധരിച്ചിരുന്നു. വലബിസഹൻ നാസു, ജനങ്ങളും സഹാബത്തൊക്കെ ധരിച്ചിരുന്നു. ഈ അശ്രി, നബി തങ്ങളെ കാലഘട്ടത്തിൽ ജനങ്ങൾ ഇത് ധരിച്ചിട്ടുണ്ട്, നബിയും ഇത് ധരിച്ചിട്ടുണ്ട്, ഈ വസ്ത്രം എടുത്തിട്ടുണ്ട്. ഈ ഒരു വിവരണം ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ആ വ്യക്തി തുറന്നു പറഞ്ഞപ്പോൾ മഹാനവറുകൾക്ക് അപ്പോൾ ബോധ്യമായി, ഹബീബായ നബി തങ്ങൾക്ക് എതിരിലാണോ ഞാൻ നീങ്ങുന്നത്? അത് തെറ്റല്ലേ? അപ്പൊ ആ തെറ്റോടെ ഓർമ്മ വന്നപ്പോൾ അള്ളാഹുവിനോട് മാപ്പിറന്നുകൊണ്ട് തന്റെ തീരുമാനം പുറകോട്ട് പോയി. എന്നിട്ട് വഖാല ഫീ നഫ്സി, തന്റെ മനസ്സിൽ ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ലൗ കാന അദ്മു ലബ്സിഹാ മിനൽ വറഇ ലമാ ലബിസഹാ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ വസ്ത്രം ധരിക്കാതിരിക്കലാണ് സൂക്ഷ്മതയെങ്കിൽ ആ സൂക്ഷ്മത നബി തങ്ങൾ പാലിക്കുമായിരുന്നു. അപ്പൊ നബി തങ്ങൾ ആ വസ്ത്രം ധരിക്കുമായിരുന്നില്ല. നബി തങ്ങൾ വസ്ത്രം ധരിച്ചു എന്നല്ലേ പറഞ്ഞത്? അവരുടെ സൂക്ഷ്മതയ്ക്ക് എതിരല്ലല്ലോ. അപ്പൊ നബി തങ്ങൾ ചെയ്യാതെ ഞാൻ ചെയ്യാൻ പോകുന്നില്ല, ഇസ്ലാമിന് തെറ്റുമല്ല. ഇങ്ങനെയൊക്കെയായിരുന്നു മഹാന്മാരുടെ ജീവിതം. അപ്പൊ അവരുടെ സ്വഭാവം റസൂലുള്ളാഹിയുടെ സുന്നത്തിനെതിരുണ്ടോ ഇല്ലേ, ഖുർആനും സുന്നത്തിനും എതിരുണ്ടോ ഇല്ലേ തീരുമാനിക്കും. അതിന് തീരുമാനം എതിരായി വല്ലതും ആര് ഖലീഫ തന്നെ പറഞ്ഞാലും അതിനെ ഉണർത്തുവാൻ അന്നുള്ളതായിരിക്കുന്ന പ്രജകൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. അത് ഖലീഫയുടെ ക്രെഡിറ്റാണ്, ഭരണാധിപന്റെ ഇമേജാണ്. അതാണ് ഇതിന്റെ സന്ദേശം. ഇങ്ങനെയായിരിക്കണം നേതാക്കന്മാരും ഭരണാധിപന്മാരും പ്രജകളും ഭരണീയരൊക്കെ ജീവിക്കേണ്ടത് എന്നർത്ഥം. ഫഖദ് ബലഗന, നമ്മൾക്ക് വിവരം കിട്ടി, അന്നൽ ഇമാമ സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു, ഇമാം സൈനുൽ ആബിദീൻ തങ്ങൾ ഖാലി വലദി, ഒരിക്കൽ തന്റെ മോനോട് പറഞ്ഞു. എന്താ പറഞ്ഞറിയോ? ഇത്തഖിദ് ലീ സൗബൻ അൽബസുഹു ഇൻദ ഖളാഇൽ ഹാജത്തി വഅൻജിഹു വഖത സുറൂഇ ഫി സ്വലാത്തി. ഇതാണ് ഇപ്പോ സൈനുൽ ആബിദീൻ തങ്ങൾ പറഞ്ഞു, മോനെ നീ എനിക്കൊരു വസ്ത്രം ഉണ്ടാക്കി തരണം. ആ വസ്ത്രം എടുത്തിട്ടായിരിക്കും കാട്ടിക്കുവാനും മൂത്രിക്കുവാനും മറ്റു പല ആവശ്യങ്ങൾക്കും ഞാൻ ധരിക്കുക. നിസ്കാരത്തിലേക്ക് ഞാൻ പ്രവേശിക്കുന്ന സമയത്ത് ആ വസ്ത്രം ഞാൻ ഊരി മാറ്റി വെക്കും, എന്നിട്ട് മറ്റു വസ്ത്രം എടുക്കും. ഇങ്ങനൊരു വസ്ത്രം എനിക്ക് ഉണ്ടാക്കി തരണം എന്ന് തന്റെ മോനോട് പിതാവായിരിക്കുന്ന സൈനുൽ ആബിദീൻ തങ്ങൾ പറഞ്ഞപ്പോ, ഫഇന്നി റഅയ്തു ദുബാബ യജ്ലിസു അല നജാസതി സുമ്മ യഖഉ അലാ സൗബീന,
അതിന്റെ കാരണം ആദ്യം തങ്ങൾ മോനോട് പറഞ്ഞ കാരണം, ഞാൻ ഈച്ചകള് നജസിന്റെ മുകളിൽ ഇരിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. അങ്ങനെ തന്നെ ഈച്ച വന്നിട്ട് എന്റെ വസ്ത്രത്തിന്റെ മുകളിൽ വന്നിരിക്കും. അപ്പൊ എനിക്കതൊരു വിഷമമുണ്ട്. ആ വസ്ത്രം എടുത്തിട്ട് നിസ്കരിക്കാതൊരു വിഷമാണ്. അതുകൊണ്ട് വേറൊരു വസ്ത്രം, തണ്ടാസിലേക്ക് പോകാൻ പറ്റുന്ന വസ്ത്രം എനിക്ക് തരണം. അതെടുത്തെനിക്ക് പോകണം. നിസ്കരിക്കുമ്പോൾ വേറെ വസ്ത്രം. ഇത് തന്റെ മോനോട് പറയുമ്പോൾ പിതാവിനോട് മകൻ പറയുന്ന വാക്കു നോക്കൂ. ഇവിടെ പിതാവിനും മക്കൾക്കും അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അതും ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് നല്ല കാര്യങ്ങളിൽ. ഇപ്പൊ കാലഹു വലതു. അപ്പോ പിതാവിനോട് കുട്ടി പറഞ്ഞു, ഇന്നഹൂലം യക്കുന്റെ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി തങ്ങൾക്കുണ്ടായിട്ടില്ലല്ലോ, ഇല്ലാ സൗബും വാഹിദുൻ ലിസ്വലാത്തി വഖലാഇഹി, നബി തങ്ങൾ തണ്ടാസിലേക്ക് പോകുവാനും നിസ്കരിക്കാനൊക്കെ ഒരു വസ്ത്രമായിരുന്നല്ലോ ഉപയോഗിച്ചിരുന്നത്, രണ്ട് വസ്ത്രമായിട്ട് ചരിത്രത്തിൽ കാണുന്നില്ലല്ലോ എന്നൊരു വിവരണം പിതാവിനോട് കുട്ടി പറഞ്ഞു കൊടുത്തു. അപ്പൊ പിതാവ് ആലിമാണ്, കുട്ടിയും ആലിമാണ്. അപ്പൊ വാപ്പയും മകനും തമ്മിൽ ആ ഇൽമുണ്ടാകുമ്പോൾ ചർച്ച നടത്താം. ആ ചർച്ചയിൽ പിതാവിന് ഉപകരിക്കുന്നതും ഉണ്ടാകും, മകന് ഉപകരിക്കുന്നതും ഉണ്ടാകും. പിതാവിന് തെറ്റുണർത്തി കൊടുക്കാം മകന്, മകനും തെറ്റുണർത്തി കൊടുക്കാം പിതാവിന്. അവിടെ വൽപ്പ ചെറുപ്പമില്ല ഇൽമിന്റെ കാര്യത്തിൽ. അപ്പൊ പിതാവിനോട് ഈ കാര്യം പറഞ്ഞപ്പോൾ പിതാവ് എതിർത്തില്ല. ഫറജ അൽ ഇമാമു അമ്മാ കാന അസമ അലാ ഫിഅലിഹി. അപ്പൊ സൈനുൽ ആബിദീൻ തങ്ങൾ പ്രവർത്തിക്കാൻ ഉദ്ദേശിച്ച കാര്യമുണ്ടായിരുന്നു. ആ കാര്യത്തിന്റെ തൊട്ട് ഇമാമ് കുട്ടി പറഞ്ഞതോടെ പുറകോട്ട് പോയി. ശരിയാണ്, നബി തങ്ങൾക്ക് അങ്ങനെ ഉള്ളുവായിരുന്നുവെങ്കിൽ പിന്നെ ഞാൻ എന്തൊരു കാര്യം ഉണ്ടാക്കണം പുതുതായിട്ട്, വേണ്ട. അപ്പൊ ഒരു വസ്ത്രം തന്നെ എടുക്കാൻ തീരുമാനിച്ചു. ഇങ്ങനെയൊക്കെയായിരുന്നു. റസൂലുള്ളാഹിക്ക് എതിരുണ്ടോ? ഒരു സ്വീകരിക്കൂല. നോക്കൂ നിങ്ങൾ, ഇവിടെ കുട്ടി എന്തേ പറഞ്ഞു കൊടുത്തത് പിതാവിനോട്, നബി അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ എന്ന്. പിന്നെ എന്തിനു നമ്മൾ ചെയ്യണം? അപ്പൊ ആ തീരുമാനം മാറി. അപ്പൊ ജീവിതം അവിടെ ശുദ്ധമാക്കി റസൂലുള്ളാഹിന്റെ സുന്നത്ത് പ്രകാരം ജീവിക്കാൻ തീരുമാനിച്ചു. ഇതാണ് ഇപ്പൊ നമ്മളിവിടെ പറഞ്ഞ ചരിത്രങ്ങൾ. ചരിത്ര താളുകൾ കിട്ടിയ വിഷയം പറഞ്ഞു. ഇനി അതെല്ലാം വെച്ചിട്ട് തന്നെ എനിക്കൊരഭിപ്രായം പറയാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ഇമാം ഷാറാനി തങ്ങൾ പറയുന്നു, ഖുൽതു, ഞാൻ പറയട്ടെ, അൽ മൻഖൂലു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലം യകുനി ദുബാബു യൻസിലു അലാ സൗബിഹി വലാ അലാ ബദനിഹി. മുത്തുനബി തങ്ങളുടെ വസ്ത്രത്തിന്റെ മേലിലോ ശരീരത്തിന്റെ മേലിലോ ഈച്ച ഇരിക്കുക എന്നൊരു സംഭവം ഉണ്ടായിട്ടില്ല. അങ്ങനെ ഉള്ളൊരു കാര്യമാണ് നക്കൽ ചെയ്യപ്പെട്ടിട്ടുള്ളത്. നമുക്ക് ഉദ്ധരിച്ച് കിട്ടിയത് എന്താ? പുന്നാര നബിയുടെ പുണ്യ ശരീരത്തിലോ നബി ധരിച്ചതായിരിക്കുന്ന വസ്ത്രത്തിലോ ഈച്ച ഇരിക്കാറില്ല എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ പല യസ്ലഹുമാ ദുക്കിറ ദലീലൻ, ഇവിടെ പിതാവിനോട് മോൻ പറഞ്ഞൊരു മറുപടിയുണ്ട്. ആ ഒരു മറുപടി എടുത്തു നോക്കുമ്പോ, മറുപടിയിലല്ല, ഇവിടെ സൈനുൽ ആബിദീൻ തങ്ങൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഈച്ചരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഇരിക്കുമ്പോ അതൊരു ദലീലാക്കിയിട്ട് കൂട്ടാൻ പറ്റുമോ? ഇല്ല. എങ്കിലും ഇല്ലാ യകൂന ഖാലലഹു വലദുഹു, എങ്കിലും കുട്ടി പിതാവിനോട് പറഞ്ഞു, ലൈ യഅ്മുർ അഹദൻ, ഒരാളോട് നബി തങ്ങൾ അങ്ങനെ കൽപ്പിച്ചിട്ടില്ല എന്നാണ് കുട്ടി പറഞ്ഞിരുന്നുവെങ്കിൽ നല്ലതായിരുന്നു. എന്നാ പിന്നെ കുഴപ്പമില്ല, അല്ലാതെ വന്നാ ദലീലാവൂല. ഇവിടെ കുട്ടി പറഞ്ഞത് എന്താ? റസൂലുള്ളാഹിക്ക് ഒരു വസ്ത്രമേ ഉള്ളൂ എന്നാണ്. ഒരു വസ്ത്രമുള്ളെന്ന് പറയുമ്പോൾ അവിടെ റസൂലുള്ളാഹിന്റെ ദേഹത്ത് പിതാവ് എന്താ പറഞ്ഞത്? ഈച്ചരിക്കുന്നുണ്ട്, ആ വസ്ത്രം കൊണ്ട് പിന്നെ എനിക്ക് നിസ്കരിക്കാൻ പോകുന്ന വിഷമുണ്ട്, അതുകൊണ്ട് രണ്ടാക്കണം എന്നാണ്. അതിന് കുട്ടി കൊടുത്ത മറുപടി എന്താ? റസൂലുള്ളാഹിക്ക് രണ്ട് സ്ഥലത്ത് പോകാൻ, നിസ്കരിക്കാനും തണ്ടാസിൽ പോകാൻ ഒരു വസ്ത്രമുള്ളൂ. ഇതിപ്പോ എങ്ങനെ ദലീലാകും എന്നുള്ളതാണ് ഇവിടെ ചർച്ച. റസൂലുള്ളാഹിയെ തൊട്ട് ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള എന്താണ്? റസൂലുള്ളാഹിന്റെ വസ്ത്രത്തിലും റസൂലുള്ളാഹിന്റെ ശരീരത്തിലും ഈച്ചരിക്കാറില്ല. അപ്പൊ പിന്നെ രണ്ട് വസ്ത്രത്തിലും ഒപ്പടെ കാണുന്നുമില്ല. ഒന്ന് മതി നബി തങ്ങൾക്ക്. സൈനുൽ ആബിദീൻ തങ്ങൾ പറഞ്ഞതാണെങ്കിലോ രണ്ട് വസ്ത്രമാണ്, കാരണം ഈച്ചരിക്കുന്നുണ്ടെന്നാണ്. അപ്പൊ ദലീലാക്കാൻ പറ്റൂല. അപ്പൊ കുട്ടിയാണ് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്ത് മനസ്സിലാക്കണം? നബി തങ്ങൾക്ക് ഒരു വസ്ത്രം ഉള്ളായിരുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം
നബി തങ്ങൾ ഒരാളോടും എന്ത് ചെയ്തിട്ടില്ല, അങ്ങനെ 2 വസ്ത്രം എടുക്കണമെന്ന് കൽപ്പിച്ചിട്ടില്ല എന്ന് വെച്ചാൽ ദലീലാക്കാം. അല്ലെങ്കിൽ വല്യതഅമ്മൽ അല്ലെങ്കിൽ വല്യുതഅമ്മൽ ചിന്തിക്കപ്പെടട്ടെ എന്ന് പറഞ്ഞു. ഇനി വഅമ്മാമാ നുഖില മിൻ അബി യസീദ് ബിസ്താമി റഹിമഹുല്ലാഹു തആല, അബൂ യസീദ് തങ്ങളെ തൊട്ട് യസീദ് ബിസ്താമി തങ്ങളെ തൊട്ട് ഉദ്ധരിക്കപ്പെട്ട ഒന്ന്, അതെന്താണ്? മിൻ അന്നഹു കാനഹു സൗബുൽ ലിസലാത്തി വസൗബുൽ ലിഖലാഇഹി. അവിടെ കാണുന്നത് മഹാനവറുകൾക്ക് നിസ്കരിക്കാൻ ഒരു വസ്ത്രമുണ്ട്, സന്ദാസിൽ പോകാൻ വസ്ത്രമുണ്ട്. ഇതാ പറഞ്ഞത്. ഫലൈസ ദാലിക മിൻ ഹൈസു വുഖൂഇ സുബാബി, അത് പിന്നെന്താണ് ഈച്ച സംഭവിച്ചു എന്ന അടിസ്ഥാനത്തിലല്ല. അപ്പൊ നബി തങ്ങൾക്ക് നിസ്കരിക്കാൻ ഒരു വസ്ത്രമുണ്ട്, കണ്ടാസിൽ പോകാൻ വസ്ത്രമുണ്ട് എന്നാണ് അബൂ യസീദ് ബിസ്താമി തങ്ങളോട് ഉദ്ധരിക്കപ്പെട്ടത്. അങ്ങനെ നോക്കുമ്പോ സംഗതിയിൽ എന്താ ഉള്ളത്? അത് ഈച്ച സംഭവിച്ചു എന്ന അടിസ്ഥാനത്തിലല്ല. ഏതുപോലെ കമാ വഖാലി സൈനുൽ ആബിദീൻ, സൈനുൽ ആബിദീൻ തങ്ങൾ എന്താണെന്നറിയാമോ? അങ്ങനെ സംഭവിച്ചത് കൊണ്ടാണോ ഇവര് പറഞ്ഞത്? സൈനുൽ ആബിദീൻ തങ്ങൾ പറഞ്ഞത് ഈച്ച വസ്ത്രത്തിൽ വന്നിരിക്കുന്നുണ്ട്, ആ വസ്ത്രം നിസ്കരിക്കാൻ എനിക്ക് വിഷമമുണ്ട് എന്നല്ലേ. വാസ്തവത്തിൽ 2 വസ്ത്രം ധരിച്ചത് അങ്ങനെയല്ലായിരുന്നു. വൈന്നമദാലിക്കമിൻ ബാബിൽ അതത്, അതൊരു മര്യാദയുടെ അധ്യായത്തിൽ പെട്ടത് കൊണ്ട് എടുത്തത് 2 വസ്ത്രം. എന്താ മര്യാദയുടെ അധ്യായം? അല്ലാ യകൂന സൗബുൽ ഖലാഇ ഹുവ സൗബ സലാത്തി, സണ്ടാസിൽ പോയി എടുത്തപ്പോഴുള്ള വസ്ത്രം ഉണ്ടല്ലോ, ആ വസ്ത്രം തന്നെ നിസ്കാരത്തിലുള്ള വസ്ത്രം ആവാതിരിക്കുക എന്നുള്ളൊരു മര്യാദ ഉണ്ട്. ആ ഒരു മര്യാദ ചിട്ടപ്രകാരമാണ് എന്ത് ചെയ്തിട്ടുള്ളത്? അബൂ യസീദ് അങ്ങനെയാണ്. അബൂ യസീദ് ബിസ്താമി തങ്ങൾക്ക് 2 വസ്ത്രം ഉണ്ടായി എന്ന് പറഞ്ഞ കാരണം അതാ, നബിക്കല്ല, അബൂ യസീദ് ബിസ്താമി തങ്ങൾക്ക്. സണ്ടാസിൽ പോയ അതേ വസ്ത്രം എടുത്തിട്ട് എന്ത് ചെയ്യാ നിസ്കരിക്കുന്നത് ആ ഒരു മോശമുണ്ട്, അതുകൊണ്ടാണ് 2 ആക്കിയത്. അല്ലാതെ ഈച്ച വന്നിരുന്നു എന്ന ആഴ്ചത്ത് നോക്കിയിട്ടല്ല. ഏതുപോലെ കാട്ടിക്കുക മൂത്രിക്കുക എന്ന സന്ദർഭങ്ങളിൽ കിബിലക്ക് മുന്നിടുക പിന്നിടുക എന്നതിനെ കാക്കൾ അറാമാക്കിയില്ലേ, അതുപോലെ ഉദാഹരണം വെച്ചാൽ മതി. അത് മര്യാദയാണത്. ഇപ്പൊ തലവശാരിയോ, അപ്പൊ ഇവിടെ ഷാരി തേടി അല്ലാതെ കോന ജിഗത്തു ഖലാഉൽ ഹാജത്തി, ഖലാഉൽ ഹാജത്ത് അതായത് ആവശ്യ നിർവഹണത്തിന് ഉപയോഗിക്കുന്ന ഭാഗം ആവാതിരിക്കണം. എന്താവാതിരിക്കണം? നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുന്ന ആ ഒരു ഭാഗം ഖലാഉൽ ഹാജത്തിന്റെ ഭാഗം ആവാതിരിക്കണം എന്നല്ല ശാരീരിക ഉദ്ദേശം. കിബിലക്ക് മുന്നിടണം നിസ്കരിക്കുമ്പോ, അതേ രീതി തന്നെ മുന്നിടൽ കാട്ടിക്കുമ്പോഴും മൂത്തിരിക്കുമ്പോഴും ഒരു അപമര്യാദയുണ്ട്. അതല്ലേ ഇസ്ലാം പഠിപ്പിച്ചത്? ആ ഒരു അപമര്യാദ ഉള്ളത് കൊണ്ടാണ് കാട്ടിക്കുമ്പോഴും മൂത്തിക്കുമ്പോഴും കിബിലക്കും മുന്നിടാനും പിന്നിടാനും പാടില്ല. കിബിലക്കും മുന്നിടുക എന്നുള്ള ജിഗത്ത് നിസ്കാരത്തിലുള്ളതാണ്. അതേ ജിഗത്ത് കാട്ടിക്കാനും മൂത്തിരിക്കാനും വരാൻ പാടില്ല. എന്നതുപോലെ തന്നെയാണ് തണ്ടാസിലേക്ക് എടുത്ത ആ വസ്ത്രം, അതേ വസ്ത്രം എന്താവണ്ട നിസ്കാരത്തിലേക്കും വേണ്ട എന്ന് തീരുമാനിച്ചത് അദബാണ്. അല്ലാതെ ഈച്ച വന്ന് വീണു എന്നൊരടിസ്ഥാനത്തിൽ അല്ല. ഫഹം കാര്യം നീ മനസ്സിലാക്കിക്കോ. അപ്പൊ ആ അഭിപ്രായം അവിടെ കഴിഞ്ഞു. നിന്റെ മേൽ നിർബന്ധമാണ് എന്റെ സഹോദര, ബിത്തിബായി സുന്നത്തിൽ മുഹമ്മദിയ്യത്തി ബി ജമിഅ അഫ്ആലിക വ അഖ്വാലിക വ അഖാഇദിക, നിന്റെ വിശ്വാസങ്ങൾ, നിന്റെ മൊഴികൾ, നിന്റെ കർമ്മങ്ങൾ, ഇത് മുഴുവത്തിലും മുത്തുനബി തങ്ങളുടെ സുന്നത്തുമായുടെ പിൻപറ്റൽ അനിവാര്യമാണ്. അതിനെ മറികടന്നൊന്നും പറ്റൂല. വലാ തഖദ്ദം അലാ ഫിഇലി ശൈഇൻ ഹത്താ തഅലമ വലാ തുഖ്ദിമു വലാ തഖദ്ദമു അലാ ഫിഇലി ശൈഇൻ ഹത്താ തഅലമ മുവാഫഖതുഹു ഫിൽ കിതാബി വസുന്നത്തി. കിതാബ് സുന്നത്ത് എന്നതിനോട് നീ പ്രവർത്തിക്കുന്ന ഏതൊരു കാര്യം യോജിക്കുന്നുണ്ടോ ഇല്ലേ നീ അറിയണം. അത് അറിയുന്നത് വരെ ഒരു കാര്യം ചെയ്യുന്നതിന് മേൽ നീ മുന്നിട്ട് പോകരുത് എന്നാണ്. അപ്പൊ അലാ തഖ്ദം, നീ മുന്നിടരുത്. അലാ ഫിഇലി ശൈഇൻ, ഒരു പ്രവൃത്തി ചെയ്തതിന് മേൽ നീ മുന്നിടണ്ട. ഹത്താ തഅലമ മുവാഫഖതുൽ കിതാബി വസുന്നത്തി, കിതാബിനോടും സുന്നത്തിനോടും നീ ചെയ്യുന്ന കർമ്മം യോജിപ്പുണ്ടോ അല്ലെന്ന് അറിയണം.
അതറിയുന്നത് വരെ ഒരു കാര്യം ചെയ്യുന്നതിന് വരെ മുന്നിട്ട് പോകരുത് മോനെ, ശരിക്കും മനസ്സിലാക്കിക്കോ. ഫകദബ വല്ലാഹി വഫ്തറ മൻ യഖൂലു ഇന്ന ത്വരീഖൽ ഖൗമി ബിദ്അത്തുൻ. സൂഫിയാക്കൾ ജീവിച്ചു പോകുന്ന വഴി അത് ബിദ്അത്താണ് എന്ന് പറയുന്നവൻ അള്ളാനെ പിടിച്ച് സത്യം ചെയ്തുകൊണ്ട് മഹാൻ പറയുന്നു കള്ളമാണ് പറഞ്ഞത്, കള്ളം നിർമ്മിച്ചുണ്ടാക്കിയവൻ. അത് തെറ്റാണ്, ആ വാദം ശരിയല്ല. വൈദാ കാന മൻ യഹാബു മുഖാലഫത ശരീഅതി വയതവഖഫു അനിൽ അമലി ഹത്താ യഅലമ മുവാഫഖതഹു ലിശ്ശർഇ മുബ്തദിഅൻ. ശർഇനോട് എതിരാവുക എന്നതിനെ പേടിക്കുന്ന ഒരാൾ ശർഇനോട് യോജിക്കുന്നുണ്ടോ ഈ പ്രവൃത്തി എന്ന് അറിയുന്നത് വരെ ഒരു കർമ്മങ്ങൾ ചെയ്യാതിരിക്കുകയും ചെയ്യുന്നു, അറിഞ്ഞിട്ട് ചെയ്യൂ. ഇങ്ങനെയുള്ള ഒരാള് ബിദ്അത്തുകാരനാണ് എങ്കിൽ, അപ്പൊ സൂഫിയാക്കളൊക്കെ ഇപ്പൊ എന്താ, കിതാബ് സുന്നത്തിനോട് യോജിച്ചതാണ് ചെയ്യുന്നത്. അങ്ങനെ അവർ ചെയ്യുള്ളൂ, അതില്ലേ അവർ ചെയ്യൂല. ശരീഅത്തിനോട് എതിരാവുക എന്നുള്ള ഭയവുമാണ്. ഇങ്ങനെയുള്ള ഒരാൾ മുബത്തദിയാണെന്ന് വെച്ചാൽ ഫമാ ബഖിയ അലാ വജ്ഹിൽ അർളി സുന്നിയുൻ, എന്നാ ഭൂമുഖത്ത് ഒരൊറ്റ സുന്ന ഉണ്ടാവുകയില്ല. ആലോചിച്ച് നോക്കിയും, ഇതൊക്കെ ബിദ്അത്തുകാരാണെങ്കിൽ പിന്നെ സുന്നികൾ ലോകത്തുണ്ടോ? ഇല്ല. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സർവലോക രക്ഷിതാവായ അള്ളാഹുവിനാണ് സർവസ്തുതിയും. അപ്പോ സൂഫിയാക്കളെ വഴിയൊക്കെ ബിദ്അത്താന്ന് പറയുന്നത് ശരിയല്ല. സൂഫിയായി തന്നെ ജീവിക്കാൻ നോക്കണം. അത് വറയിന്റെ അയലുകാരാണ്. അവർ കിതാബും സുന്നത്തും പഠിച്ച് അതനുസരിച്ച് കൊണ്ട് തന്നെയാണ് അവർ ജീവിക്കുന്നത് എന്ന് തീരുമാനിക്കണം. ഓനെ മുബത്തദിയാക്കാനും മറ്റുള്ളതാക്കാനും ആരും വരേണ്ടതില്ല.